കേരള ഘടകത്തിന്റെ എതിർപ്പിനിടെ ഉത്തരേന്ത്യൻ സംസ്ഥാന ഘടകങ്ങളുടെ പിന്തുണ തേടി സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ. പ്രായപരിധിയിളവിൽ ഇളവ് വേണ്ട എന്ന കർശന നിലപാടിലാണ് കേരള ഘടകം. അതേസമയം ജനറൽ സെക്രട്ടറി സ്ഥാനവുമായി ബന്ധപ്പെട്ട പാർട്ടിയിൽ ഇതുവരെ ചർച്ച നടന്നിട്ടില്ല എന്ന് ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം അമർജിത് കൗർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. No, we have not discussed that agenda. People keep reporting when the Congress comes, many names float. That also we have not yet discussed. When that agenda, only at that stage discussion will happen. So what the party will decide. സിപിഐ പാർട്ടി കോൺഗ്രസിലെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന് ലഭിച്ചു. പല സംസ്ഥാന ഘടകങ്ങളും പാർട്ടി വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടിലെ വിമർശനം. സിപിഐ പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിൽ പുരോഗമിക്കുകയാണ്. ചണ്ഡീഗഡിൽ നിന്നും ആദിൽ പാലോടിന്റെ വിവരങ്ങളുമായി. അതിൽ റിപ്പോർട്ടിൽ എന്താണ് ഇപ്പോൾ പറയുന്നത്? അതോടൊപ്പം തന്നെ ആരാകും ജനറൽ സെക്രട്ടറി എന്നുള്ള ഉദ്വേഗം നിലനിൽക്കുന്നു. ഡി രാജ മറ്റു സംസ്ഥാനങ്ങളുടെ പിന്തുണ തേടിയിട്ടുണ്ട്. കേരളം മാത്രമാണ് അതിൽ കടുത്ത നിലപാടെടുക്കുന്നതാണോ മനസ്സിലാക്കാനാകുന്നത്? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. 75 വയസ്സ് പ്രായപരിധി പിന്നിട്ട ഡി രാജ ഇനി തുടരാനാകില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ കേരള ഘടകത്തിന്റെ നിലപാട്. എന്നാൽ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാന ഘടകങ്ങളെ സമീപിക്കുകയാണ് ഈ വിഷയത്തിൽ ഡി രാജ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന് ഈ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് പുറത്തു വന്നു എന്നുള്ളതാണ്. അതിൽ വലിയ വിമർശനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ പാർട്ടി പ്രവർത്തകർ പലരും, പാർട്ടി നേതാക്കൾ പലരും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പാർട്ടിക്ക് വിരുദ്ധമായി, പാർട്ടി നിലപാടിന് വിരുദ്ധമായ ചില സമീപനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും നടത്തുന്നുണ്ട്. അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്ന ഘട്ടത്തിലേക്ക് പോകണം എന്നുള്ളതാണ് ഇപ്പോൾ നൽകുന്ന ആ റിപ്പോർട്ടിലെ വിമർശനം. ഞാനിപ്പോൾ ഉള്ളത് അതുൽ കുമാർ അഞ്ചാൻ ഹാളിലാണ്. നമുക്ക് കാണാൻ കഴിയും ഈ പാർട്ടി കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി തന്നെ എടുത്തിരിക്കുന്നത് രാജ്യത്തെ ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു വിശാല ഐക്യം എന്നുള്ളതാണ്. ആ ഐക്യത്തിന്റെ ഒരു തുടക്കം എന്ന നിലയിൽ തന്നെയാണ് പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി എത്തിയിട്ടുണ്ട്. ഫോർവേഡ് ബ്ലോക്കിന്റെയും CPML-ന്റെയും നേതാക്കൾ, ദേശീയ നേതാക്കൾ തന്നെ എത്തുന്നുണ്ട്. ആ രൂപത്തിൽ ഒരു ഇടതുപക്ഷ വിശാല ഐക്യം കെട്ടിപ്പടുക്കുക എന്നുള്ള ഒരു സാധ്യത കൂടി ഈ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിലുണ്ട്. ഏതായാലും സമ്മേളനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇവിടെ പ്രതിനിധികളെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും സമ്മേളനം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. പല രൂപത്തിലുള്ള രാഷ്ട്രീയ അവലോകനത്തിന്റെയും മറ്റും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാകും ഉണ്ടാകുക. സ്മൃതി. ശരി, ചണ്ഡീഗഡിൽ നിന്നും ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.